ഇത് ഒരു കൊല്ലം മുമ്പുള്ളതല്ലേ? എന്നിട്ട് എന്തേ സ്പീക്കർ നടപടി സ്വീകരിക്കായിരുന്നത്? സ്പീക്കർ എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. ഈ ഒരു കൊല്ലം മുമ്പുള്ള കാര്യം ഇപ്പോൾ വരാൻ കാര്യം എന്താ? ഇലക്ഷൻ ആയില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു. എന്നിട്ട് ഒരു കാരണവശാൽ ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പരാതി, അങ്ങനെയാണല്ലോ, പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ, പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ ME ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിൻ്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ, ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. UDF നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കേസ് വരുമ്പോൾ അത് UDF കോൺഫിഡൻസിനെ ബാധിക്കില്ലേ? അല്ല, അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് CBIക്ക് വിടുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. ശബരിമല കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് പറയുന്നു, കേന്ദ്ര ഏജൻസി വേണ്ടെന്ന് പറയുന്നു. എൻ്റെ കേസ് ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിരോധമില്ല. ഞാൻ ആ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്കിത് CBIക്ക് വിട്ടാൽ പേടിയെന്നാവും എൻ്റെ അർത്ഥം. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ. ഉമ്മൻചാണ്ടിയുടെ സാറിൻ്റെ കേസ് വിട്ടതല്ലേ, അതുപോലെ എൻ്റെ കേസ് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. ഞാൻ റെഡിയാണ്. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു ടൈമിംഗ് നോക്കണം. ഈ വാർത്ത ആ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവരോട്, കൊടുത്ത ചാനലുകളോടല്ല. അവർക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാതിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയല്ലേ. അത് കൊടുത്തവരോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ പേടിച്ചു പോയെന്ന്, ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ല, CBIക്ക് വിട്ടേ, അപ്പം തന്നെ വിട്ടേക്ക്. CBI അന്വേഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, റെഡിയാണ്. അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യം ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തിയ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക്. പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചില്ല. ഇവർ ഇതിൽ കൂടുതൽ എന്നെ എങ്ങനെ സഹായിക്കണ